Hi students, all of you welcome. So, how are you? In our previous classes, we discussed about the change of states-ന്റെ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാൻ സ്റ്റഡി ചെയ്യാനുള്ളത്. അത് നമ്മൾ ഒരു ടാബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഡിഫറെൻറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, എനർജിയാണ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റേറ്റിൻ്റെ ചേഞ്ചസ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അതിന് ബേസ് ചെയ്തിട്ട് ടേബിൾ 3.3 പറഞ്ഞ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതിൽ എന്തൊക്കെയാണ് ആ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ നമ്മൾ ഇതിൽ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ attraction between particles. Then last one, energy of particles. ഈ 4 പോയിന്റ്സിനും ഈ 4 ക്യാരക്ടറിസ്റ്റിക്സിനും ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇത് പറഞ്ഞിട്ടുണ്ട്, വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് അവിടുത്തെ മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസിന് എന്ത് ചേഞ്ചാണ് വരുന്നത്? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യുന്നത്? നമ്മുടെ സോളിഡിന് ഇതൊരു സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്, ഇതൊരു സോളിഡ് ആയിട്ടുള്ള മാറ്ററാണ്. ഈ സോളിഡ് ആയിട്ടുള്ള മാറ്റർ ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യാം. ലിക്വിഡ് ആവുക എപ്പോഴാണ്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് സോളിഡ് എന്തായി മാറും? ലിക്വിഡായിട്ട് മാറും. അങ്ങനെ സോളിഡ് ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിലെ പാർട്ടിക്കിൾസിന് എന്തൊക്കെയാണ് സംഭവിക്കുക? പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിക്കും? അത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ ബിറ്റ്വീനോ, ഇവിടെ ക്ലോസ്ലി പാക്ഡ് ആകുമ്പോൾ ഇവ തമ്മിൽ നല്ല കൂടുതൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും. നമ്മളൊരു ക്ലോസ്ലി പാക്ഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെയധികം ഹൈ ആയിരിക്കും. ആ സെപ്പറേഷൻ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷന് ഡിക്രീസ് ചെയ്യും. ഇനി എനർജി ഓഫ് പാർട്ടിക്കിൾസ്, ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി കൂടെ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനർജി ഓഫ് പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബോക്സിൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ആണ് ചെയ്യുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്. ദെൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സോളിഡ് ലിക്വിഡായി മാറുന്ന സമയത്ത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യും. എനർജി ഓഫ് പാർട്ടിക്കിൾസോ, സോളിഡിന് നമ്മൾ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എനർജിയും കൂടെ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ബോക്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു സോളിഡിനും ലിക്വിഡിലേക്ക് മാറിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഈ ലിക്വിഡിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യാം. ലിക്വിഡിന് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? അത് ഗ്യാസ് ഫോമിലേക്ക് ചേഞ്ച് ആവും. ഇത് ലിക്വിഡാണ്. ഈ ലിക്വിഡ് ഫോമിലുള്ള മാറ്ററിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഗ്യാസ് ഫോമിലേക്ക് ചേഞ്ച് ആവും. ഗ്യാസ് ഫോമിലേക്ക് മാറുന്ന സമയത്ത് എന്താണ് ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തു. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. പിന്നെ മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനർജി ഓഫ് പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. Then next box le
വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് സംഭവിക്കും? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്, attraction between particles decreases, energy of particles increases. The next one ആണ് when gas change into liquid. ഗ്യാസ് തിരിച്ച് ലിക്വിഡായിട്ട് മാറും. നമ്മൾ ഗ്യാസിനെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ, തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? ഗ്യാസ് ലിക്വിഡായിട്ട് മാറും. ഗ്യാസ് ലിക്വിഡായി മാറുമെന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും, ഡിഗ്രീസ് ചെയ്യുന്നുണ്ട്. സോ മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഡിഗ്രീസ് ചെയ്യും. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സെപ്പറേഷൻ ഡിഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഗ്യാസ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് തമ്മിൽ സെപ്പറേഷൻ കൂടുതലാണ്. അങ്ങനെയുള്ള ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും മാറ്റർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻ എന്ത് ചെയ്യും? ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യും. സോ അവിടെ മൂവ്മെൻറ്റ്സ് ഡിഗ്രീസ് ചെയ്യും, ഈ പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യും, മൂവ്മെൻറ്റ്സ് ഡിഗ്രീസ് ചെയ്യും, സെപ്പറേഷനും എന്ത് ചെയ്യും? സെപ്പറേഷൻ അവിടെ ഡിഗ്രീസ് ചെയ്യും, പക്ഷേ അട്രാക്ഷൻ എന്താവും? അവിടെ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. അതുപോലെ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യും. സോ വെൻ ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡിലേക്ക് മാറുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഏത് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. ഡിസ്റ്റൻസും കുറയുന്നതുകൊണ്ട് തന്നെ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എനർജി ഓഫ് പാർട്ടിക്കിൾസോ അതും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ബോക്സ് ആണ് വെൻ സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. സോളിഡ് ഗ്യാസായി മാറുന്ന സമയം, അത് ഇങ്ങനെ ഡയറക്റ്റ്ലി ഗ്യാസായി മാറുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിരുന്നു. സബ്ലിമേഷൻ എന്ന് പറഞ്ഞിരുന്നു. ആ സബ്ലിമേഷൻ്റെ കേസിലാണ് പറയുന്നത്. വെൻ സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസും ഇൻക്രീസ് ചെയ്യും. എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും? അവിടെ ഡിക്രീസ് ചെയ്യാം. സോളിഡ് ഫോമിൽ നിന്നും ഗ്യാസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. സോളിഡിൽ ക്ലോസ്ലി പാക്ക്ഡ് ആയിരുന്ന പാർട്ടിക്കിൾസ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴേക്കും ആ സെപ്പറേഷൻ എന്ത് ചെയ്യും? അവിടെ ഡിസ്റ്റൻസും ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ഗ്യാസ് സ്റ്റേറ്റ് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ആർ ഫാർ അവേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളിൽ നിന്നും അത്രത്തോളം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ ആ അട്രാക്ഷൻ എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. അട്രാക്ഷനും എന്ത് ചെയ്യും? ഡിക്രീസസ്. എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓൾസോ ഇൻക്രീസസ്. എങ്ങനെയാണ് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നത്? നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്താണ് സോളിഡിൽ നിന്നും ഗ്യാസിലേക്ക് മാറുന്നത്. ഡയറക്റ്റായിട്ട് ഗ്യാസിലേക്ക് മാറണമെങ്കിലും എന്താണ് സബ്ലിമേഷൻ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതും ഹീറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഹീറ്റ് കിട്ടുമ്പോഴാണ്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് സബ്ലിമേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ അവിടെ എന്തെങ്കിലും ഈ പാർട്ടിക്കിൾസിൻ്റെ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഈ 3 സ്റ്റേറ്റ് ഓഫ് എനർജിനെ എന്തെല്ലാം ഒരു എനർജി സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തെല്ലാം ചേഞ്ച് വരുന്നതെന്നാണ് ഈ ബോക്സിൽ പറയുന്നത്. ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഡിഫ്യൂഷൻ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് ഫ്രീലി മൂവ്മെൻറ്റ്സ് നടക്കുന്ന സ്റ്റേറ്റിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഗ്യാസസിലും അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുമാണ് ഡിഫ്യൂഷൻ നമുക്ക് നടക്കുന്നത്. നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാം ഡിഫ്യൂഷൻ എന്താണുള്ളത്. സോ നമുക്ക് ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പഠിക്കാം എന്താണ് ഡിഫ്യൂഷൻ എന്നത്. അത് ഞാനൊരു ക്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ആ വാട്ടറിലോട് ഞാൻ ഒരു വയലറ്റ് കളർ ആഡ് ചെയ്യാണ്. ഇത് രണ്ടും ലിക്വിഡാണ്. ഒന്നിൽ വാട്ടറാണ്, ഇത് ഒരു ലിക്വിഡായിട്ടുള്ള ഒരു കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് പാർട്ടിക്കിൾസിനെ മൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ളത്.
ഈ ഒരു കളറ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ ആ വാട്ടറിൽ അത് മിക്സ് ആവുന്നുണ്ട്. ഇത് രണ്ടും ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളതാണ്, സ്റ്റേറ്റാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് രണ്ട് മാറ്ററും. സോ ഈ ഒരു വാട്ടറിലോട്ട് ഈ ഒരു ലിക്വിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പെട്ടെന്ന് തന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് മിക്സ് ആവുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കി, ഇത് നന്നായിട്ട് മിക്സ് ആയി ആ വാട്ടറിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ ഈസ് എ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സിലത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സിങ് നടക്കുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ റൂമിലെല്ലാം സ്പ്രേ ചെയ്യുന്ന സമയത്ത്, ആ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ ഒരു സൈഡിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും അതെന്താ നമ്മൾ പെട്ടെന്ന് എന്താ റൂമൊന്നാകെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു ഡിഫ്യൂഷൻ എക്സാമ്പിളാണ്. അതുപോലെ നമ്മൾ ഇൻസെൻസ് സ്റ്റിക്ക് ഉണ്ട്. ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദനത്തിരി. ആ ചന്ദനത്തിരി നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടായിരിക്കും. പക്ഷേ നമ്മളതിനെ കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ തീ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യും, അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ റൂമിലൊന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത് കാണാം. ഇതെല്ലാം ഡിഫ്യൂഷന് എക്സാമ്പിളാണ്. അതിവിടെ ഹീറ്റ് കിട്ടുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് അവിടെ എന്താണ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇതും ഒരു ഈ വാട്ടറിലേക്ക് ഈ ലിക്വിഡ് മിക്സ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഇൻസെൻസ് സ്റ്റിക്കിൻ്റെ പറഞ്ഞതും എല്ലാം ഡിഫ്യൂഷന് എക്സാമ്പിൾസാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു അയഡിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ഡിഫ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. നമുക്ക് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ അയഡിൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഈസിലി കൺവേർട്ടഡ് ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ്. ഒരു ഒരു അയോഡിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സബ്ലിമേഷൻ പ്രോസസ്സിന് വിധേയമാവുന്ന ഒരു പാർട്ടിക്കിളാണ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസാണ് അയഡിൻ എന്ന് പറഞ്ഞത്. നമ്മൾ ആ അയഡിനെ ഹീറ്റ് എ ഫ്യൂ ക്രിസ്റ്റൽസ് ഓഫ് അയഡിൻ വാച്ച് ഗ്ലാസ്. വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു ഷേപ്പിൽ, ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഷേപ്പ് കാണപ്പെടുന്നതാണ് വാച്ച് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ വാച്ച് ഗ്ലാസ്സിൽ അയഡിൻ്റെ ഫ്യൂ ക്രിസ്റ്റൽസ് എടുത്ത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുക. ദെൻ കളക്ട് ദ വേപ്പർ ഇൻ എ ഗ്ലാസ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയും അത് വേപ്പർ ഗ്യാസ് ഫോമിലേക്ക് മാറും. ആ ഗ്യാസിനെ ഒരു ഗ്യാസ് ജാറിൽ നമ്മൾ കളക്ട് ചെയ്യാം. കീപ് അനദർ ഗ്യാസ് ജാർ ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ് ഇൻവേർട്ടഡ് ഇൻ ദ പൊസിഷൻ. എന്നിട്ട് ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഇത് അയഡിൻ കളക്ട് ചെയ്തിട്ടുള്ള ഗ്യാസ് ജാറാണ്. ആ ഗ്യാസ് ജാറിൻ്റെ മുകളിലോട്ട് മറ്റൊരു എംപ്റ്റി ആയിട്ടുള്ള ഗ്യാസ് ജാറ് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കാം. അതായത് ഇതൊരു ഗ്യാസ് ജാർ ആണെങ്കിൽ ഈ ഗ്യാസ് ജാറിൽ അയഡിൻ ഗ്യാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് മറ്റൊരു ഗ്യാസ് ജാർ നമുക്ക് കമഴ്ത്തി വെക്കാമെന്ന് പറയില്ലേ, ഇൻവേർട്ടഡ് പൊസിഷനിൽ അതിൻ്റെ മുകളിലോട്ട് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. വാട്ട് ചേഞ്ചസ് ഒക്യൂ ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പേഴ്സ് ഇൻ ദി ലോവർ ഗ്യാസ് ജാർ. അയഡിൻ വേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളറിലുള്ള ഒരു ഗ്യാസാണ്. അവിടെ അയഡിൻ്റെ വേപ്പർ ഗ്യാസ് ഫോമിലേക്ക് മാറുന്ന സമയത്ത് ആ ജാറിൻ്റെ ഉള്ളിൽ ഒരു വയലറ്റ് കളറിലുള്ള ഗ്യാസാണ് ഫിൽ ആവുന്നത്. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ. അപ്പർ ഗ്യാസ് ജാറിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ അയഡിൻ ഗ്യാസ് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നില്ല. നെക്സ്റ്റ് ഫിഗറിൽ നമുക്ക് കാണാം അയഡിൻ ഗ്യാസ് മുകളിൽ അപ്പർ ഗ്യാസ് ജാറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അയഡിൻ ഗ്യാസ് സ്പ്രെഡ് ആവുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്. ഈ ഒരു റീസണും എന്താണ്, ഡിഫ്യൂഷനാണ് ഈ ഒരു പ്രോസസ്സിനും കാരണം. ഡിഫ്യൂഷനാണ് ഇവിടുത്തെ ഈ ഒരു അയഡിൻ ഗ്യാസിൻ്റെ അപ്പർ ജാറിലോട്ട് അയഡിൻ ഗ്യാസ് സ്പ്രെഡ് ആവാൻ കാരണം ഡിഫ്യൂഷൻ പറഞ്ഞ പ്രോസസ്സാണ്. സോ ഈ ഡിഫ്യൂഷനെ കുറിച്ച് നമുക്ക് ഡിഫ്യൂഷൻ എന്താണത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അത് ഫ്രീ ആയിട്ട് പാർട്ടിക്കിൾസിന് ഫ്രീലി മൂവ്മെൻറ്റ്സ് ഉള്ള സ്റ്റേറ്റ്സിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. So diffusion definition, diffusion is the spontaneous mixing of different particles having freedom of movement. നിങ്ങളിതിൽ കൂടുതലായിട്ടുള്ള ഡിഫറെൻറ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫുമായി ഡെയിലി ലൈഫിൽ വരുന്ന ഡിഫ്യൂഷന് ആയിട്ടുള്ള കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളെ ബുക്കിൽ ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ 3 എക്സാമ്പിൾ ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ ഡെയിലി ലൈഫുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് എഴുതി വരാം. സോ ഈ ഡിഫ്യൂഷൻ പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ complete ആയിട്ടുണ്ട്. So today class is over. Let's conclude today's class. Have a nice day.